ഒരു കോഴിക്കോടുകാരിയായിട്ട് ഇതുവരെയും പ്ലാനറ്റോറിയം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് അതിനൊരു അവസരം ഉണ്ടായത്. പണ്ട് ചേച്ചിയെ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പം സ്റ്റഡി ടൂർ വന്നിട്ട് കണ്ടിട്ട് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്നും അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനായിരുന്നു ഇന്ന് നമുക്കങ്ങ് പോയാലോ എന്ന്. നല്ല വൈകുന്നേരമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരം എപ്പോഴും തന്നെ മഴയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരുങ്ങി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളത് എടുത്തില്ല, കാരണം അവരോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ഇങ്ങനെ തിയേറ്ററൊക്കെ പോലെ കുറച്ച് ഒരു ഇരുട്ട് മുറിയായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും കുക്കുട്ടി കരയും, അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കുറേ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പുറത്ത് കുട്ടികളുടെ ഒരു പാർക്കും വലിയ ആൾക്കാർക്കുള്ള ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി കുറച്ച് നേരം കളിച്ച് അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് തൂടാൻ തുടങ്ങി. അപ്പോൾ ഇനി അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ വലിയ മഴയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നനയാതെ തിരിച്ചെത്താൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വേഗം ഒരു തവണ നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്നത് തന്നെയാണ് പ്ലാനറ്റോറിയം. പിന്നെ കുട്ടികൾക്കാവുമ്പം അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ റിലേറ്റ് ചെയ്തും അതിൻ്റെയൊക്കെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ഒരു സ്റ്റഡി ടൂറായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ കുട്ടികളുടെ പാർക്കിൽ കുക്കുട്ടി കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആട്ടി, പിന്നെ ആൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് വലിയ ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം.